നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ചയായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മളൊപ്പം വിഷ്ണു ഉണ്ട്. വിഷ്ണുവിന്റെ അടുത്ത ചോദ്യം എന്ന് നോക്കാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. സർ, ആദ്യം ഈ സെയിൽസ് നമ്പർ ഒക്കെ വന്നിരിക്കുന്നു. ഈ കാറിന്റെ സെയിൽസ് നമ്പർ, കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ സെയിൽസ് നമ്പർ നോക്കുവാണെങ്കിൽ മാരുതി, ടാറ്റ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എല്ലാം പാസഞ്ചർ വെഹിക്കിളിൽ സ്ട്രോങ് നമ്പേഴ്സ് തന്നിരിക്കുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലേലാൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിൾ നല്ല നമ്പർ തന്നിരിക്കുന്നു. ഹീറോ മോട്ടോർ കാർ, ഹോണ്ട, ടി വി എസ് ഒക്കെ വീലറിലും നല്ലൊരു ഡീസന്റ് നമ്പേഴ്സ് കൊടുത്തു. ഇപ്പോ ടിഫൻ കോഫി റേഞ്ച് എന്ന് ഞാൻ എടുക്കുമ്പോൾ ഇത്രയും സ്റ്റോക്ക് ഇരിക്കുന്നല്ലോ, ഇതിന്റെ അകത്ത് ഞാൻ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്? ആദ്യം നിങ്ങൾ ബ്രന്ദനെ മനസ്സിലാക്കണം. മഹേന്ദ്ര കയറുന്നത് പോലെ കയറിയിരിക്കുന്നു. മാർച്ച് മാസം മാത്രം തന്നെ ടാറ്റ കൂടുതൽ എടുത്തിരിക്കുന്നു. മഹേന്ദ്രയിൽ എന്ത് പ്രോബ്ലം എന്നാൽ ഓൺ റേസ് കാർസ്, ബൊലീറോ, സ്കോർപിയോ, SUV മാത്രം തന്നെ അവരുടെ കയ്യിലുള്ളത്. വേറൊന്നും അവരുടെ കയ്യിലില്ല. പക്ഷേ ടാറ്റയുടെ അടുത്ത് ഒരു ഹോൾ റേഞ്ചേ ഇരിക്കുന്നു. പോലെ കമേഴ്ഷ്യൽ വെഹിക്കിളും ഒരു വലിയ റേഞ്ചില്ല. ഇവയൊക്കെ വില ഇറങ്ങിയില്ല. അശോക് ലേലാൻഡ്സ് മൊബിലിറ്റി നന്നാ ചെയ്തിരിക്കുന്നു. ഹീറോ മോട്ടാർ വന്നിട്ട് വെറും 8% തന്നെ ഗ്രോത്ത്. ബട്ട് അത് ചീപ്പായിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. അത് പ്രൈമാണ് ചീപ്പ് എന്ന് അറിയാൻ പറ്റുന്നില്ല. ബജാജും TVSും വളരെ കോസ്റ്റ്ലിയാണ്. എൻഫീൽഡും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. എൻഫീൽഡും ടു കോസ്റ്റ്ലിയാണ്. ഇതാണ് റിയാലിറ്റി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് കടം കൂടുതലുണ്ട്. ഇത് നിങ്ങൾ നോക്കണമെങ്കിൽ ടാറ്റ ട്വിൻസും മഹേന്ദ്രയും മാത്രം തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണത് പോലെ ഇരിക്കുന്നു. ഹീറോ മോട്ടർ എനിക്ക് റേറ്റ് അറിയാൻ പറ്റുന്നില്ല. X10 ആയിരുന്നാൽ നിങ്ങൾക്ക് ഇതിനെ യോജിക്കാം. ഓക്കെ, ഇപ്പോ ഹോണ്ട വാങ്ങണമെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. ഹോണ്ട വേണ്ടത് ഇങ്ങനെ വിട്. ഹോണ്ട നിനക്ക് ഇവിടെ വാങ്ങാൻ പറ്റൂല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ട്രേഡറിനെ തന്നെ നോക്കണം. ഓക്കെ സർ, ഫൈൻ. അടുത്തത് വന്നിട്ട് ITC. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കാര്യം വന്നിരിക്കുന്നു. അത് നോക്കാം. ടൊയോട്ട ഹാഡ് മേഡ് മേജർ ഗെയിൻസ്. മാസം 30,000 കാർ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നു എന്നാൽ ഡാനി കിയ വെച്ച് നോക്കുമ്പോൾ ഹൂണ്ടെ നന്നാ പെർഫോം ചെയ്യും. ഹൂണ്ടെ ആൻഡ് കിയയെ തനിത്തന്നെ നോക്കുവാണെങ്കിൽ ഹൂണ്ടെ വന്നിട്ട് ആ 3 ഓട്ടത്തിൻ്റെ അകത്ത് വരും. ഹൂണ്ടായി, ടൊയോട്ട, കിയ ഇത് മൂന്നും ഒരു ഗ്രൂപ്പായി മാറും. സർ, ബട്ട് കിയ വന്നിട്ട് സബ്സിഡറി കമ്പനി അല്ലേ? തനിയാ മാർക്കറ്റ് ചെയ്യുന്നു. ഒരു സെപ്പറേറ്റ് കമ്പനി, പക്ഷേ സെയിം ഓണർഷിപ്പാണ്. ഷോയിങ് ഇറ്റ് സെപ്പറേറ്റ്, ഡീലർഷിപ്പ് സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ആണ്. പെക്കിംഗ് ഓർഡറിൽ പെട്ടെന്ന് ഈ ടൊയോട്ടയും വന്നെത്തും. ഓക്കെ സർ, ഫൈൻ. അടുത്തത് ITC. പറഞ്ഞ കംപ്ലീറ്റ് അക്യൂർ ചെയ്തിരിക്കുന്നത് പ്രീമിയം ഹെൽത്ത് സ്പീഡ്സിനകത്ത് വരുന്ന സർ ഡിസ്ട്രിബ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നു. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നിരിക്കുന്നു. ഒരു വലിയ സക്സസ് ആണ്. കാബാറിനെ വെച്ച് കെലാഗിന് അഗെയിൻസ്റ്റ് സീരിയൽസിലും ഇറക്കി വിട്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു സർ. ഇന്ത്യയിൽ ഏത് മൂലയിലുള്ള ഏത് കടയ്ക്ക് ചെന്നാലും ഏത് കടയിലും കിട്ടുന്ന ഒരു കാര്യമാണ് സിഗരറ്റ്. ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ അവരിയ്ക്കുന്നു. ദി പവർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ യോഗ ബാറിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പി നൂഡിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഗോ ചിപ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നും അവരുടെ കാറ്റഗറിയിൽ ടോപ്പ് 3യിലാണ് ഇരിക്കുന്നു. ഇപ്പോൾ ഇപ്പി നൂഡിൽസ് 2ലേ ഇരിക്കുന്നു എന്ന് പറയുന്നു. കളിക്കത്തില്ല, സോ എനിക്ക് അറിയത്തില്ല. മാഗിക്ക് പുറകെയാണ് ഇപ്പി എന്ന് പറയുന്നു. അതുപോലെ രാമൻ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ബ്രാൻഡ് ഇരിക്കുന്നു. മൂന്നുമാണ് ഇപ്പോൾ ഇരിക്കുന്ന ലീഡിങ്. ഇത് മൂവ്മെന്റ് ഡിഫറൻസ് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കിയാലേ മനസ്സിലാക്കാം. മൂന്നുമാണ് ഡോമിനന്റ് ബ്രാൻഡ്. കമ്പനി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രാൻഡിന് വരുമോ എന്നത് ഒന്ന്. അഡ്വർടൈസ്മെന്റ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സൺഫീസ്റ്റിനും കുറച്ചിരിക്കുന്നു. ബട്ട് സൺഫീസ്റ്റ് ബിസ്ക്കറ്റിൽ മാർക്കറ്റ് ഷെയർ നല്ലോണം പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് കാരണം ഇവർ ഈസി ആയിട്ട് എല്ലാത്തിനെയും പിടിക്കും. ഇതിന്റെ പ്രൈസ് ടു ഏർണിംഗ്സ് വന്നിട്ട് ആൽമോസ്റ്റ് 17 ഇരിക്കുന്നു. ഡിവിഡൻഡ് ഈൽഡ് മാത്രം ഒരു 6% വരുന്നു. എന്ന് ഞാൻ പറഞ്ഞിട്ട് കണ്ണം മൂടിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇത്. ഇപ്പോൾ സിനാരിയോ മാറുമ്പോൾ ഫാക്ട്സ് ചേഞ്ച് ആവുമെന്ന് പറയുമല്ലേ? ഫാക്ട്സ് മാറുമ്പം എൻ്റെ ഇതിൽ ഒരു ഫാക്ട്സേ മാറിയില്ലല്ലോ. എല്ലാം പോസിറ്റീവിൽ തന്നെല്ലോ ഇരിക്കുന്നു. ഫിഗറേറ്റിൽ കാശ് വരുന്നു. കാശിനടുത്ത് വലിയ വലിയ ബ്രാൻഡ് വാങ്ങുന്നു. ആ ബ്രാൻഡൊക്കെ ടോപ്പ് 3യിൽ വന്നു. യെസ് സർ. അടുത്തത് വന്നിട്ട് കോൺസ്റ്റന്റ് കോമ്പൗണ്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ഷെയർസിൽ ഇത് ഈ HUL, ഏഷ്യൻ പെയിന്റ്സ്, എഡിലൈറ്റ്, പിയിലിരുന്ന് ഇതൊക്കെ ഇപ്പോൾ ഒരളവിന് വന്നിരിക്കുന്നു. അത് നിങ്ങൾ ലോസ് ആയെന്ന് പറയത്തില്ല. കൺസിസ്റ്റന്റ് കോമ്പൗണ്ടിങ് എന്ന് വിചാരിച്ചവർ, കോഫി ക്യാൻഡിങ് ഇൻവെസ്റ്റിംഗ് എന്ന് വിചാരിച്ചവർ എല്ലാം തിരുപ്പതിയുടെ അടുത്ത് പോയിരിക്കും. നന്മയായിരുന്നാലും റിട്ടേൺസ് വലുതായിട്ടില്ലല്ലോ സർ. തിരുപ്പതിയുടെ അടുത്ത് ചെന്നിരിക്കും. ലോസ് ആയിരിക്കും പറയുന്നു പോയ 4 കൊല്ലത്തിൽ. ഈ റിട്ടേൺസിനെ വിട്, എമൗണ്ട് ലോസ് അല്ലേ ഇവിടെ. ആ കാലത്തിൽ വക്കാഹ് ഇസ്ന്ന് ഒരാളിരുന്നു. ഷോയിബ് അക്തറിൻ്റെ മുമ്പ് ഒരു ബുംറയെക്കാട്ടിലും ബെറ്ററായിട്ട് യാക്കറിടും. പറഞ്ഞ് അടിക്കും. പോലെ തന്നെ ഇവരും ഗില്ലി പോലെ തൂക്കി.
സർ ഇപ്പോൾ അവസാനമുള്ള 5-6 വർഷത്തിന്റെ ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ CAGR നോക്കുമ്പോൾ നിഫ്റ്റി 50 10.6% CAGR സർ. ഏഷ്യൻ പെയിന്റ്സ് 3.5% CAGR. സർ ഇതിങ്ങനെ തന്നെ ഇരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ സർ. 100% ഇതിനെക്കാട്ടിൽ മോശമായി തന്നെ പോവും. ഇതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അല്ല ഓപ്പസ് ഇറങ്ങിയിരിക്കുന്നു. 1000 കോടി ലോസ് ചെയ്യാമെന്ന് ധൈര്യത്തോടെ ഇറങ്ങിയിരിക്കുന്നല്ലേ. അത്രയും ദിവസത്തിൽ ഏഷ്യൻ പെയിന്റിന് ഇതുപോലത്തെ കോമ്പറ്റീഷൻ ഉണ്ടായില്ലല്ലോ. റിലയൻസ് വന്നിട്ട് ജിയോയ്ക്ക് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തില്ലേ, തന്നെ ഓപ്പോസ് വന്ന് ഈ പെയിന്റ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ചെയ്യുന്നു, പെഡിലൈറ്റ് ചെയ്യുന്നു, അകത്ത് കാശിനെ ഇറക്കി വിലയിനെ കുറയ്ക്കണം, ഏഷ്യൻ പെയിന്റ്സിനെ ഇല്ലാതാക്കണം, അതിന് ശേഷം അവരുടെ അടുത്തിരിക്കുന്ന മാർക്കറ്റ് ഷെയറിനെ എടുക്കണം, ഫ്രണ്ട്സായിട്ട് എടുക്കും. കമാൻഡ് ചെയ്യണം അല്ലേ സർ. അതിന്റെ ശേഷം ഇനിയും കമാൻഡ് ഇവർ തന്നെ ചെയ്യും. അത് ഇലക്സിന് അടിക്കും, പിന്നെ പെഡിലൈറ്റിനെ പിന്നെ അക്ഫോത്തിൽ നിന്ന് ഡിഫൻസ് കളിക്കും. 10 കൊല്ലത്തിൽ നിന്ന് റിട്ടേൺസ് ഇരിക്കത്തില്ല വെച്ചാൽ ഇപ്പൊ കൂടെ 50 ടൈംസ് ഏർണിങ്സോ 45% ഏർണിങ്സ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. അറൗണ്ട് ആ റേഞ്ചിൽ തന്നെ സർ ഇരിക്കുന്നു. 20 ടൈംസ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് കൺസിഡറേഷൻ ആണ്. 50 ടൈം ഏർണിംഗ് പുവർ കൺസിഡറേഷൻ ആണ്. ഇനി ഒരു കാര്യം സർ, അത് 20യുടെ താഴെ വന്നു എന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ 10ന്റെ താഴെ പോകും. അതന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ടിഫിൻ കോഫിയിൽ ഓക്കെ സർ, ഫൈൻ. ബ്രിട്ടാനിയ ഇൻഡസ്ട്രി ലാസ്റ്റ് ഒരു 6 ഇയേഴ്സിന് 3% CAGR ഇരിക്കുന്നു സർ. ലെഫ്റ്റ് സർ. അപ്പോൾ സർ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു സ്റ്റോക്കിനെ നോക്കുന്നു, ആ ബിസ്ക്കറ്റിനെ വാങ്ങി ഞാൻ കളിക്കുന്ന ഇല്ല എല്ലാവരും വാങ്ങുന്ന അതെല്ലാം കറക്റ്റ്. 3 ടൈംസ് ഏർണിങ്സ് തരുന്നു. ഏർണിങ്സ് കുറെ കൂടുതലാണ് സർ. അടച്ചല്ല എത്രയാ? 50 ടൈം ഏർണിംഗിന്റെ മുകളിലിരിക്കും. 1/50 എത്രയാ? 54. അതന്നെ 1 ഡിവൈഡഡ് ബൈ 54 എത്രയാ? 0.018. ഇത് 100 ഇടുവാണെങ്കിൽ 1.8. ഒരു ഡ്രോപ്പ് ഇട്ടെങ്കിൽ 1.8% എനിക്ക് റിട്ടേൺ വരുന്നു. ആ സ്റ്റോക്കിന് ഞാൻ എന്തിനാ ഞാൻ തുടരണം? 17 എത്രയാണ്? 0.05. ഇത് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് 5% കിട്ടും. 5 ബെറ്ററാ 1.8 ബെറ്ററാ? 0 കമ്പയർ ചെയ്യുന്ന സർ. ആൾമോസ്റ്റ് ഗെറ്റിംഗ് 3 ടൈംസ്. അടുത്തത് ഡോക്ടർ റെഡ്ഡി 18, സൈഡസ് ലൈഫ് സയൻസസ് 17, സിപ്ല 20. ബാസ്ക്കറ്റിന് ഒന്നൊന്നായിട്ട് അവസരം കിട്ടുന്ന സമയം പാക്കറ്റിൽ ഇടുന്നത് വളരെ ബുദ്ധിയാണ്. ഇപ്പൊ എന്റെ സംശയം എന്തെന്നാ സർ, വിപ്രോ, TCS, ഇൻഫി, സൈഡസ്, റെഡ്ഡി, നാറ്റ്കോ, സിപ്ല ഈ റേഞ്ചിൽ ഒന്നൊന്നായിട്ട് എടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ പോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമല്ലേ, നോക്കിയിരിക്കുന്നതല്ലേ. നാടിക്ക് 5 കൈ ചെയ്തും പിടിക്കില്ല. അതുമാതിരി ചെയ്യാൻ 5 സ്റ്റോക്കിനെയും. നിന്നൊരു ചെറിയ സംശയം സർ, 11 ഇരിക്കുമ്പോ എന്താണ് സിപ്ലായിട്ട് 20 വാങ്ങണം ഒരു സംശയം വരുന്നല്ലേ സർ. അറ്റ്കോ വന്നിട്ട് പ്രൈമറിയിലി അമേരിക്കൻ കമ്പനിയാണ്, പ്ല ഇന്ത്യൻ കമ്പനി. അത് മാത്രം തന്നെ അല്ലേ അടിക്കുന്നതെന്ന് നോക്കിയാൽ നാറ്റ്കോ അല്ലേ സർ. ആഫ്രിക്കയിലും ഇത് വളരെ ഭയങ്കര എക്സ്പോർട്ടാണിത്. പ്ലേ ഇപ്പൊ കൺസിഡർ ചെയ്തില്ലെങ്കിൽ എപ്പോഴും വാങ്ങാൻ പറ്റൂല. നമ്മളപ്പോൾ ഇതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുന്നു അല്ലേ സർ. പറ്റുന്നില്ല എന്ന് പറയുന്നില്ല, ഇരിക്കുന്നത് പോരാന്ന് പറയുന്നില്ല, 7 ഇരിക്കുന്നു. നമുക്ക് എന്ത് വേണോ അത് നിങ്ങൾ നോക്കാം അല്ലേ, നിങ്ങളെ സ്വന്തം ഇഷ്ടമാണ് അല്ലേ. ഇത് കൺസിഡർ ചെയ്യണമെന്ന് മുമ്പേ ഒരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറിന് ചോദിച്ചിട്ട് നിങ്ങൾ ഇതിനെ ചെയ്യാം. സെബി രജിസ്റ്റർഡ് അഡ്വൈസർ ചോദിക്കാതെ ചെയ്യേണ്ട. ഫാർമ ആൻഡ് IT നന്നായിരിക്കുന്നു. വെറും ഒരു എഡ്യൂക്കേഷൻ ഇതിലും ഇപ്പൊ മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നു കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഡോളറിന് വേണ്ടിയിട്ടാ. അപ്പൊ വേണ്ടവൻ ഡോളറാണ്. ഇത് കാരണം കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. ഡോളർ സെഞ്ചുറി ഇടും, 125 എടുക്കും, നന്നായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിനെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.